ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് കേട്ടോ. നല്ല അടിപൊളി തക്കാളി ചോറും കൂന്തൽ ഫ്രൈ ആണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. ഒരൊറ്റൊന്ന് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. നേരിങ്ങനായിട്ടൊന്ന് അതൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 8-9 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈസിലുള്ള 2.5 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളിയും പിന്നെ ഒരു തക്കാളീൻ്റെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് 3 പച്ചമുളകും ഒരു 7 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഒരു ചിക്കൻ ക്യൂബിൻ്റെ ഒരു പീസാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിനാവശ്യമായിട്ടുള്ളത് ബേ ലീവ്സ്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ്. ഇത്രയാണ് കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ളത് തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തക്കാളി നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ ഇത്. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് തക്കാളി ചോറ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെക്കാം. ആ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണും നെയ്യുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഈ ഓയിലും നെയ്യിലും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശേഷം ഇതുപോലെ ജീരകം, കുരുമുളക്, പട്ട, ഏലക്കായ്, ഗ്രാമ്പു, ഈ ബേ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളെ ഗാർലിക് അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും സവാളയും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നല്ലോണം ഒന്ന് വഴറ്റി കിട്ടണം കേട്ടോ. കാരണം ഇത് തക്കാളി ചോറിന് പറഞ്ഞ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു റൈസല്ലേ, അതുകൊണ്ട് നല്ലോണം നമ്മളുടെ ഒണിയനൊന്ന് നല്ലോണം ഒന്ന് വാടിക്കിട്ടണം. ഈ ഒരു പരുവത്തിൽ വാടിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് തക്കാളിൻ്റെയും ആ പൊടികളുടെ ഒരു പച്ചമണക്ക് മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും ചിക്കൻ ക്യൂബിൻ്റെ ഇതിൽ നിന്നും 1 ചിക്കൻ ക്യൂബും കൂടി ചേർത്തിട്ട് ഇത് ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. കാരണം ഓൾറെഡി ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ജീരകശാല റൈസ് എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുക്കുന്നത്. അപ്പം 2 ഗ്ലാസ് ജീരകശാല റൈസിന് സെയിം അതേ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരി കഴുകി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയമാണ് കേട്ടോ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഇങ്ങനത്തെ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ഒരിക്കലും കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്കുള്ള ഉപ്പൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ ഇതിലേക്ക് പാകത്തിന് കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയം ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഈ സമയത്ത് കറക്റ്റ് ഉപ്പായിരുന്നു. സോ ഞാൻ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം അതിൻ്റെ ഗ്യാസൊക്കെ ഓഫാക്കി അതിൻ്റെ വിസിലിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ആ ഒരു മുളക്, തക്കാളി അതൊക്കെ എന്താ പറയുക ഉള്ളിയൊക്കെ മുകളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്താൽ അതൊന്ന് കറക്റ്റ് പാകത്തിലായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഇതൊന്നും കുക്കറിൽ മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു സ്റ്റീലിൻ്റെ വലിയൊരു പാത്രത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഈ റൈസ് ഒന്ന് മിക്സ് ആക്കി എടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ 1 ടീസ്പൂണ് നെയ്യ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗം കൂടി ഇതിലേക്ക് റൈസ് കുക്കറിനും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. ഈ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ളൊരു കൂന്തൽ ഫ്രൈ ആണ് കേട്ടോ. ഇതിങ്ങനെ സിമ്പിളായിട്ട് ഈ റൈസ് മാത്രം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സൈഡായിട്ട് കൂന്തളോ ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ എന്തെങ്കിലും ഉണ്ടായാൽ ചെമ്മീൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കൂടെ. ഇപ്പോൾ ഞാനിത് കൂന്തൽ ഫ്രൈ ആണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ലൊരു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാണ്ട് ഈ കൂന്തൽ മാത്രം ആദ്യം ചേർത്ത് കൊടുക്കാം. കൂന്തൽ ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ മല്ലിപ്പൊടി ചേർക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ലാസ്റ്റിലേക്ക് നല്ലൊരു ഡ്രൈ ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് നല്ലൊരു ഈ മസാലയ്ക്ക് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മളുടെ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം ഇതൊക്കെ ഏകദേശം ഒന്ന് വറ്റാനായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ഭാഗം വെള്ളത്തിലുള്ളത് മൊത്തത്തിൽ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഇത്ര വെള്ളം നിൽക്കുന്ന ഒരു സമയത്ത്, ഗ്രേവി നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും ചെയ്യരുത്. അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് വെള്ളം മൊത്തത്തിൽ വറ്റി കഴിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു മൊത്തത്തിൽ ഗ്രേവി മൊത്തത്തിൽ വറ്റി തീരുന്നതിനും തൊട്ട് മുന്നേ കുറച്ചൊന്ന് ബാക്കി ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് വന്നിട്ടോ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ പോലെ കൂന്തൽ ഫ്രൈ തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോട്ടിങ് കിട്ടും. കണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് വെള്ളം വറ്റി തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കൂന്തലിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂന്തൽ ഫ്രൈ തയ്യാറായിട്ട്. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി. അപ്പോൾ അതാ നമ്മളുടെ നല്ല അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ റൈസും സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൊരു അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ നമ്മളുടെ ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത്. അപ്പം ഞാനിതാ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള കൂന്തൽ ഫ്രൈയും ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഇന്നത്തെ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി. ഇത് ടൊമാറ്റോ റൈസ് തയ്യാറാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കേണ്ടി. നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ തയ്യാറാക്കിയാൽ ഇഷ്ടപ്പെടും. ഇടയ്ക്കിടയ്ക്ക് എന്തായാലും നമ്മൾ എന്തായാലും ഇത് തയ്യാറാക്കി പോവുകയും ചെയ്യും. അത്രയും നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ തക്കാളി ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കേണ്ടേ.